കപട ഭക്തി വഴി വോട്ട് എന്ന പദ്ധതിക്ക് മുഖ്യമന്ത്രിയും കൂട്ടരും തിരിതെളിയിച്ചു കഴിഞ്ഞു. പക്ഷേ ഇതിനോട് മുഖം തിരിക്കുന്ന UDF പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ അയ്യപ്പനെ പറ്റിച്ചു നേടാൻ കഴിയുന്ന വോട്ടുകൾ നിങ്ങൾ നേടിക്കൊള്ളൂ, നെറുകേടിന്റെ വോട്ട് UDFന് വേണ്ട എന്ന നിലപാടാണുള്ളത്. ശബരിമലയിലെ അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രി സംസാരിച്ചത് കപടഭക്തരെ പോലെയാണെന്ന് പറഞ്ഞുകൊണ്ട് പൊളിച്ചടക്കുകയാണ് ഇവിടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും ഇതുവരെ സർക്കാർ ശബരിമലയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ ഇപ്പോൾ മാസ്റ്റർ പ്ലാനുമായി ഇറങ്ങിയിരിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഈ സർക്കാർ എന്താണ് ശബരിമലയിൽ ചെയ്തത് എന്ന് ജനങ്ങൾക്കറിയാം. പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല എന്നും VD സതീശൻ കുറ്റപ്പെടുത്തുകയാണ്. ശബരിമലയിൽ അദ്ദേഹത്തിന്റെ കാലത്ത് ആചാര ലംഘനത്തിന് കൂട്ടുനിന്ന പോലീസിന്റെ സഹായത്തോടു കൂടി ചെയ്ത ക്രൂരകൃത്യങ്ങൾ മറച്ചുവെച്ചുകൊണ്ടാണ് ശബരിമലയിലെ അയ്യപ്പ സംഗമത്തിൽ അദ്ദേഹം പ്രസംഗിച്ചത്. ഭക്തിയുടെ പരിവേഷമായി പിണറായി വിജയൻ മാറിക്കഴിഞ്ഞു. തിരുവനന്തപുരത്ത് അയ്യപ്പ സംഗമത്തിന്റെ ബോർഡ് വെച്ചിരിക്കുകയാണെന്നും തിരുവനന്തപുരം സിറ്റിയിൽ അയ്യപ്പനില്ല, പിണറായി വിജയനും വാസവനും മാത്രമേ ബോർഡിലുള്ളൂ എന്നും ഇവിടെ സതീശൻ വെളിപ്പെടുത്തുകയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പോലുമില്ല, ദേവസ്വം ബോർഡിന്റേതാണെന്ന് പറയുന്ന അയ്യപ്പ സംഗമം. എന്നാൽ ദേവസ്വം ബോർഡിന്റെ റോൾ എന്താണെന്ന് അറിയുമോ? ഫുഡ് കമ്മിറ്റി അധ്യക്ഷൻ VD സതീശൻ പറഞ്ഞത് ഇതായിരുന്നു: കഴിഞ്ഞ 9.5 വർഷമായി ശബരിമലയിൽ ഒരു വികസന പ്രവർത്തനവും നടത്തുവാൻ തയ്യാറാകാത്ത സർക്കാർ തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ ജനങ്ങളെ കബളിപ്പിക്കാനായി ഇറങ്ങിയിരിക്കുകയാണ്. ശബരിമല വിഷയത്തിൽ പ്രതിപക്ഷം ഉയർത്തിയ ചോദ്യങ്ങൾക്ക് സർക്കാരിന് മറുപടിയില്ല. ശബരിമലയിൽ പിണറായി ഭരണകൂടം എന്താണ് ചെയ്തത് എന്ന് ഭക്തർക്ക് നല്ലപോലെ അറിയാം. ഇക്കാര്യം വീണ്ടും ഓർമ്മപ്പെടുത്താൻ അയ്യപ്പ സംഗമത്തിലൂടെ സാധിച്ചു എന്നാണ് സതീശൻ മുന്നോട്ട് വെക്കുന്നത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള കപട അയ്യപ്പ ഭക്തിയാണ്. വർഗീയവാദികൾക്ക് ഇടം നൽകുവാൻ സർക്കാർ ചെയ്ത കാര്യമാണിത്. മറ്റുള്ളവരുടെ ഭക്തിയെ പരിഹസിക്കുകയാണ് മുഖ്യമന്ത്രി. ജനങ്ങളുടെ വിശ്വാസത്തെ കുറിച്ച് പിണറായി വിജയനെ നല്ല ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഭക്തിയും വിശ്വാസവും എല്ലാം സ്വകാര്യ കാര്യമാണ്. കഴിഞ്ഞ സർക്കാർ 112 ഹെക്ടർ വനഭൂമി വാങ്ങി വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിയതാണ്. അവിടെ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ശബരിമലയ്ക്ക് എല്ലാ വർഷവും കൊടുക്കേണ്ട 82 ലക്ഷം രൂപ 3 വർഷമായിട്ട് കൊടുത്തിട്ടില്ല. ശബരിമലയ്ക്ക് എല്ലാ വർഷവും 10 കോടി രൂപ കൊടുക്കാമെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. എന്നാൽ അത് കൊടുത്തിട്ടില്ല. കവനന്റ് പ്രകാരം കൊടുക്കേണ്ട 82 ലക്ഷം രൂപ പോലും കൊടുത്തിട്ടില്ല. ശബരിമലയിലെ സാനിറ്റേഷൻ സൊസൈറ്റിക്ക് 50% വീതം ദേവസ്വം ബോർഡും സർക്കാരും പണം കൊടുത്തിട്ടില്ല എന്ന് VD സതീശൻ തുറന്നടിക്കുകയാണ്. അയ്യപ്പ സംഗമം നടത്തി ആളാവാമെന്ന് കരുതിയ മുഖ്യന് പണിയാകെ പാളി. ഇപ്പോൾ ജനം ചർച്ച ചെയ്യുന്നത് ശബരിമലയ്ക്കായി നടത്താത്ത വാഗ്ദാനങ്ങളെ പറ്റിയാണെന്ന് മാത്രം. സംഗമം കഴിയുമ്പോഴേക്കും പിണറായി തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയിലേക്ക് മാറും. ഇതിന്റെ ഏറ്റവും രസകരമായ കാര്യം MV ഗോവിന്ദൻ തന്നെ ഇത് പറയണം. സ്ത്രീകൾക്കെതിരായിട്ടുള്ള അപവാദ പ്രചരണത്തിന് തുടക്കം കുറിച്ച ആളാണ് MV ഗോവിന്ദൻ. ആന്തൂരിലെ സാജൻ ആത്മഹത്യ ചെയ്തു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ആന്തൂരിലെ സാജൻ ആത്മഹത്യ ചെയ്യാൻ കാര്യം അവിടുത്തെ നഗരസഭാ ചെയർപേഴ്സണെ 1-ാം പ്രതിയാക്കേണ്ടതാണ് ആ കേസിൽ. അതാരാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അവിടുത്തെ നഗരസഭാ ചെയർപേഴ്സൺ അന്ന് അവരെ പ്രതിയാക്കാതിരിക്കാൻ ദേശാഭിമാനി പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ ആന്തൂർ സാജന്റെ പാവപ്പെട്ട ഭാര്യയെക്കുറിച്ച് അപവാദ പ്രചരണം തുടങ്ങി വെച്ചത് MV ഗോവിന്ദനാണ്. അയാൾ എന്നെ പഠിപ്പിക്കാൻ പറയണ്ട. ആ MV ഗോവിന്ദൻ എന്നെ സ്ത്രീകൾക്കെതിരായ അപവാദ പ്രചരണത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ പറയണ്ട. ഞങ്ങൾ എന്താണ് ചെയ്തതെന്ന് നിങ്ങളെല്ലാവരും കണ്ടാണല്ലോ. ഞങ്ങളുടെ മുമ്പിൽ ഒരു ആക്ഷേപം വന്നപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്ത കാര്യമാണ് ഞങ്ങൾ ചെയ്തത്. പിന്നെ ഈ പ്രചരണം എങ്ങനെയാണ് പോയത്? ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, CPM ആണ് അന്വേഷിക്കേണ്ടത്. ഇതെങ്ങനെ പുറത്തുപോയി? ഈ വാർത്ത എങ്ങനെ പുറത്തുപോയി? ആദ്യം ഇത് പബ്ലിഷ് ചെയ്തത് എവിടെയാണ്? VS അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഒരു വ്യക്തിയുടെ YouTube ചാനലിലാണ് ഈ സാധനം ആദ്യം പുറത്തു വന്നത്. ഞാൻ പറഞ്ഞല്ലോ, തീർച്ചയായിട്ടും കോൺഗ്രസ് ഹാൻഡിലുകൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ചെയ്തു കാണും. കാരണം കഴിഞ്ഞ 1 മാസക്കാലമായി ഏകപക്ഷീയമായിട്ട് കോൺഗ്രസ് നേതാക്കളെ സ്ത്രീകളുടെ പേര് ചേർത്ത് വെച്ച് ആക്രമിക്കുമ്പോൾ ഈ സ്ത്രീപക്ഷവും ഈ മനുഷ്യാവകാശവും ഒന്നും ഉണ്ടായില്ല. ഇപ്പൊ കേസ് കൊടുത്തപ്പോൾ 24 മണിക്കൂറിനകം കേസെടുത്ത നല്ല കാര്യം. അല്ലല്ല, കേസെടുത്ത് നല്ല കാര്യം. പക്ഷെ ഇതിനു മുമ്പ് കൊടുത്ത കേസുകളിൽ ഒന്നുമില്ലല്ലോ. ഉമ്മൻചാണ്ടിയുടെ മകളെ അപമാനിച്ചല്ലോ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന്റെ കാലത്ത്. ഉമ്മൻചാണ്ടിയുടെ മകളെ അതിനു മുമ്പ് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നിയമസഭയിൽ വെച്ച് അപമാനിച്ചു. രണ്ടാമത്തെ മകളെ തെരഞ്ഞെടുപ്പ് കാലത്ത് സോഷ്യൽ മീഡിയയിൽ ക്രൂരമായി അധിക്ഷേപിച്ചു. എന്നിട്ട് അവർ പരാതി കൊടുത്തു. കേസെടുത്തിട്ട് ഇതുവരെ ഒരു നടപടിയായിട്ട് മുന്നോട്ട് പോയില്ല. ഇരട്ട നീതിയാണ്. സൈബർ ആക്രമണത്തിൽ ഇരട്ട നീതിയാ. എത്ര മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ചു, വനിതാ പ്രവർത്തകരെ. ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ടല്ലോ, അഖില, ഇല്ലേ? ആക്രമിച്ചില്ലേ? സൈബർ ആക്രമണം ഉണ്ടായി. എന്ത് നടപടിയാണ് എടുത്തത്? എത്ര മാധ്യമ വനിതാ പ്രവർത്തകർക്കെതിരായി CPM സൈബർ കടന്നൽ കൂടുകൾ ആക്രമിച്ചു? എത്ര നിന്ദ്യമായിട്ടാണ് അവരെ ആക്രമിച്ചത്. എന്നിട്ട്
കേസൊക്കെ എവിടെ പോയി? ആ കേസൊക്കെ എവിടെ പോയി? ഈ കേസ് എടുത്തപ്പോ ഇരട്ട നീതിയാ. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ഇത് 1 മാസം മുമ്പെന്നുള്ള കേസല്ലല്ലോ, ഇത് 1 മാസം മുമ്പെന്നുള്ള നിങ്ങൾക്ക് കൈരളിക്ക് ഇയാൾ ചോദിക്കണതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. കൈരളിക്ക് ഇതിന്റെ ഡേറ്റ് അറിയാൻ പാടില്ല. അറിയാം, എന്താ അറിയാത്ത മറ്റ് 1 മാസം എന്നൊക്കെ പറയുന്നത് കൺഫ്യൂഷൻ ആക്കാൻ നോക്കി. ഇതിന്റെ 1 മാസം മുമ്പ് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു, ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അവിടെ നിന്നാണ് ഈ ആരോപണങ്ങൾ ഇത് 1 മാസം മുമ്പ് ഉണ്ടായ സംഭവം അല്ലല്ലോ. സംഭവം ഉണ്ടായെന്നാണ് അങ്ങ് പറയുന്നത്. അല്ല, അവരുടെ പോസ്റ്റിലൊന്നും അവരുടെ ആരുടെ പേരുകളൊന്നും ഉണ്ടായിരുന്നില്ല. ആരുടെ പേരുകളുണ്ടായി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയോ. ഒരു കാര്യം, കഴിഞ്ഞ 1 മാസമായി മുഴുവൻ കോൺഗ്രസ് നേതാക്കളെ കുറിച്ച്, എന്നെ കുറിച്ച് അടക്കം മുഴുവൻ ആളുകളെയും കുറിച്ച് കാണാവുന്ന സ്ത്രീകളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി ഇഷ്ടംപോലെ ആരോപണമുണ്ട്. അന്നൊക്കെ ചെന്ന് നിങ്ങൾ ആ സോഷ്യൽ മീഡിയ ഹാൻഡിലോടൊന്നും പോയി ചോദിച്ചില്ലല്ലോ, നിങ്ങൾ എന്തിനാണ് ഇറക്കുന്നതെന്ന്. ഞാൻ ചോദിക്കട്ടെ, എന്ത് അവിഹിതമായിട്ടുള്ള സംഭവങ്ങൾ നടന്നാലും അതുപോലെ വാർത്തകൾ നടന്നാലും എന്തിനാ എന്റെ നെഞ്ചത്തോട്ട് കയറണം? അതാണ് ഞാൻ ഇന്നലെ ചോദിച്ചത്. അതിൽ ബന്ധപ്പെട്ട ആളുകളോട് പോയി നിങ്ങൾ ചോദിക്കുക, എന്താണ് നിങ്ങളുടെ പങ്ക്, എന്ത് പങ്കാണ് വഹിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഈ ചാനലിൽ വാർത്ത വന്നതിന് ശേഷം ആ ചാനലിൽ എങ്ങനെ വാർത്ത പോയി എന്ന് നിങ്ങൾ അന്വേഷിക്കൂ. എറണാകുളത്ത് ലെനിൻ സെന്ററിൽ പാർട്ടിയുടെ ഞങ്ങളാരും അവിടെ കയറില്ലല്ലോ, ജില്ലാ സെക്രട്ടറി കിടക്കണതിന്റെ കട്ടിലിന്റെ അടി കൊണ്ട് ക്യാമറ വെച്ച ബിരുദന്മാരുള്ള ജില്ലയാണിത്. എന്തു വൃത്തിയായിട്ടും കാണിക്കാൻ പഠിക്കാത്ത ആളുകളുള്ള ജില്ലയാണ് അവരുടെ. ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കാം, നിങ്ങൾ തടസ്സപ്പെടുത്തല്ലേ. നിങ്ങൾക്ക് എല്ലാ ഉത്തരവും പറയാനല്ല നിൽക്കുന്ന കൈരളി. ഞാൻ പറയുന്നത്, എന്നിട്ട് അതെങ്ങനെ പോയത്? ഈ വാർത്ത ആദ്യം, ഞാൻ ആവർത്തിച്ചു പറയുന്നു, ആദ്യം പുറത്തുപോയത് CPM-ൽ തന്നെയാണ്. ആ വാർത്ത പുറത്തുപോയി, ചാനലിൽ വാർത്ത വന്നു, പത്രത്തിൽ വാർത്ത വന്നു. ആ പത്രത്തിലെ വാർത്തകൾ കോൺഗ്രസിലെ ഹാൻഡിലുകൾ ചെയ്തു കാണും. കാരണം കഴിഞ്ഞ 1 മാസമായി ഈ ക്രൂരമായ ആക്രമണമാണ് CPM സൈബർ ഹാൻഡിലുകളിൽ നിന്ന് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ഉണ്ടായിരുന്ന നേതാക്കന്മാർക്ക് നേരെ അവർ ചെയ്തു കാണും. ഞാനതിനെ ന്യായീകരിക്കുന്നില്ല. ഞാൻ അന്നും പറഞ്ഞാണ് ആരും ചെയ്യരുത്. പക്ഷെ അത്രയും മോശമായിട്ട് ചെയ്ത് അതൊന്നും അന്വേഷിക്കാൻ ആരും ഉണ്ടായില്ലല്ലോ. അത് ആ കൂടെ ഇതും കൂടെ. ശബരിമലയിൽ അദ്ദേഹത്തിന്റെ കാലത്ത് ആചാര ലംഘനത്തിന് കൂട്ടുനിന്നുകൊണ്ട് പോലീസിന്റെ സഹായത്തോടു കൂടി ചെയ്ത ക്രൂരകൃത്യങ്ങൾ മറച്ചു പിടിച്ചുകൊണ്ടാണ് ശബരിമലയിലെ അയ്യപ്പ സംഗമത്തിൽ അദ്ദേഹം പ്രസംഗിച്ചത്. ഇപ്പൊ ഭക്തിയുടെ പരിവേഷമായി ശ്രീ പിണറായി വിജയൻ മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 9.5 കൊല്ലമായി ശബരിമലയിൽ ഒരു വികസന പ്രവർത്തനവും നടത്താൻ തയ്യാറാകാത്ത സർക്കാർ ഇപ്പം മാസ്റ്റർ പ്ലാനും വന്ന് തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ ഉയർത്തിയിരിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല. സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലം പിൻവലിക്കുമോ? കേസുകൾ പിൻവലിക്കുമോ? എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ മാസ്റ്റർ പ്ലാനുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്? ഇപ്പൊ ഭക്തജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവർക്കറിയാം എന്താണ് ശബരിമലയിൽ പിണറായി ഭരണകൂടം ചെയ്തത് എന്ന്. അയ്യപ്പ ഭക്തന്മാർക്ക്, വിശ്വാസികൾക്ക് നല്ല ഓർമ്മയുണ്ട്. അതൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ അയ്യപ്പ സംഗമം സഹായിച്ചത്. ഇത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമുള്ള കപട അയ്യപ്പ ഭക്തിയാണ് എന്ന് ഇന്നും ഒന്നുകൂടി തെളിഞ്ഞിരിക്കുക. അല്ല, ഇത് എല്ലാവരും കൂട്ടിയേർന്നുകൊണ്ടാണല്ലോ. ഇത് വർഗീയവാദികൾക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ, ഇടമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഗവൺമെന്റ് ചെയ്ത നടപടിയാണ് ഇതെല്ലാം. അതിനൊരു കമ്മ്യൂണൽ കളർ കൊടുക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ്. അതായത് ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി നടത്തുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ വേറൊരു രൂപമാണ് ഒരിക്കലും ചെയ്യാത്ത ഈ നടപടിയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. എന്നിട്ട് ബാക്കിയുള്ള ആളുകളുടെ ഭക്തിയെക്കുറിച്ച് കളിയാക്കുകയാണ്, പരിഹസിക്കുകയാണ് മുഖ്യമന്ത്രി. ഞങ്ങൾക്കാർക്കും ഞങ്ങളുടെ ഭക്തിയെക്കുറിച്ചോ ഞങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ചോ പിണറായി വിജയനെ ബോധ്യപ്പെടുത്തേണ്ട ഒരാവശ്യവും ഞങ്ങൾക്കില്ല. അതൊക്കെ സ്വകാര്യമായ കാര്യമാണ്. എല്ലാവരുടെയും ഭക്തിയും വിശ്വാസവും എല്ലാം. ഈ തിരക്ക് വർദ്ധിച്ച ആഗോള തീർത്ഥാടന കേന്ദ്രമായി ശബരിമല വളരുമ്പോൾ ഒരു തുറന്ന ചർച്ചയ്ക്ക് വേണ്ടിയാണ്, ഭക്തരുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നതിന് വേണ്ടിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചതെന്നാണ് മുഖ്യമന്ത്രി. അല്ല, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പല്ലേ തോന്നിയുള്ളൂ. 9.5 കൊല്ലമായിട്ട് തോന്നിയില്ലല്ലോ. ഇതിന്റെ എല്ലാം പ്രശ്നം 2026. ഈ 9.5 വർഷമായിട്ട് ശബരിമലയിൽ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കണം. കഴിഞ്ഞ ഗവൺമെന്റ് 112 ഹെക്ടർ സ്ഥലം വാങ്ങിച്ച് വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിയതാണ് വനഭൂമി എടുക്കാൻ. അവിടെ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. ശബരിമലയിലേക്ക് എല്ലാ വർഷവും കൊടുക്കേണ്ട 82 ലക്ഷം രൂപ പോലും 3 വർഷമായിട്ട് കൊടുക്കാത്ത സർക്കാരാണ്. ഈ 9 വർഷവും നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞതിന് ശേഷമാണ് ഒരു വികസന പ്രവർത്തനം അവിടെ നടത്തിയില്ല എന്ന് നമുക്കെല്ലാം വ്യക്തമാണ്.
എല്ലാവർക്കും ഞാൻ ചോദിക്കട്ടെ, 3 കൊല്ലമായിട്ട് 10 കോടി രൂപ എല്ലാ വർഷവും കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചു. എന്നിട്ട് കൊടുക്കേണ്ട കവനന്റ് പ്രകാരം കൊടുക്കേണ്ട 10 കോടി കൊടുത്തില്ല എന്ന് പോട്ടെ, കവനന്റ് പ്രകാരം കൊടുക്കേണ്ട 82 ലക്ഷം രൂപ പോലും കഴിഞ്ഞ 3 കൊല്ലമായിട്ട് കൊടുത്തിട്ടില്ല. ശബരിമലയിലെ സാനിറ്റേഷൻ സൊസൈറ്റിയുടെ 50% ദേവസ്വം ബോർഡും 50% ആരാ? സർക്കാരാണ്. കൊടുത്തിട്ടില്ല. ദേവസ്വം ബോർഡിനെ കൊണ്ട് മുഴുവൻ പൈസ ചെലവാക്കിച്ച് ഇത്രയും നാള്. മാത്രമല്ല, അയ്യപ്പ സംഗമത്തിന് ബോർഡ് വെച്ചിരിക്കുകയാണ് തിരുവനന്തപുരം സിറ്റിയിൽ. അയ്യപ്പനില്ല, പിണറായി വിജയനും വാസവനും മാത്രമേ ഉള്ളൂ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പോലും ഇല്ല. ദേവസ്വം ബോർഡിന്റെ ആണെന്ന് പറയുന്നു അയ്യപ്പ സംഗമം. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ റോൾ എന്താണെന്ന് അറിയാമോ? ഫുഡ് കമ്മിറ്റി അധ്യക്ഷൻ. ഇതാണ് വെറുതെ ആളുകളെ പരിഹസിക്കാൻ വേണ്ടി നടക്കുന്ന ഈ കാപട്യം ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും. അല്ല, അതൊക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടം. ആരെ കൂട്ടാ കൊണ്ടു നടക്കണം, അതിനൊന്നും ഞാൻ ഇടപെടേണ്ട കാര്യമില്ല. സ്വന്തം വണ്ടിയിൽ ആരെയാണ് കൊണ്ടു നടക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ട മുഖ്യമന്ത്രിയാണ്. അത് അദ്ദേഹത്തിന്റെ ഇഷ്ടം. അതിലൊന്നും ഞാൻ ഇടപെടില്ല.